ദാമോദരനുള്ളപ്പോ അദ്ദേഹമായിരുന്നു എനിക്ക് ജോലി വാങ്ങിച്ചു തന്നിരുന്നത്. കുട്ടി ഇങ്ങനെ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് പഠിക്കേണ്ടവനാണോ? ഇങ്ങനെയൊന്നും കഷ്ടപ്പെടേണ്ടവനേ അല്ല നീ. മാഡം എന്താ അങ്ങനെ പറഞ്ഞത്? അത് പിന്നെ ഈ പഠനത്തിനിടയിൽ നിനക്ക് എന്ത് ജോലിയാ? എന്തും ചെയ്യാൻ മനസ്സുള്ളവന് ഈ നാട്ടിൽ ഏത് ജോലിയും കിട്ടില്ല മാഡം. തോട്ടിപ്പണി കിട്ടിയാൽ അതും ചെയ്യാൻ മടിയില്ല. അത്രയ്ക്ക് ഗതികേടില്ല കാര്യങ്ങൾ. മാഡം ഒന്ന് സഹായിക്കണം. എവിടെയെങ്കിലും ഒരു ജോലി. മാഡം വിചാരിച്ചാൽ അത് നടക്കും. നിങ്ങളാണോ ചിദംബരകുമാർ? അല്ല, ഞാൻ സി കെ. സി കെ എന്ന ചിദംബരകുമാർ. ഞാൻ സി കെ എന്ന ചന്ദ്രകുമാർ. സി കെ നല്ല കേട്ടുപരിചയമുള്ള പേര്. സി കെയുടെ പേര് കേൾക്കാത്തവരായിട്ട് ആരും ഈ സിറ്റിയിൽ ഇല്ല. അതായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത്. അത്ര ഫേമസ് ആണ് സി കെ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ എന്നെ കാണാൻ വന്നത്. ബൈ ദ ബൈ, അമേരിക്കയിലേക്ക് സാധനം വായിക്കാനായിരിക്കും വന്നത് അല്ലേ? അമേരിക്കയിൽ എവിടെയാണ്? ജംഗ്ഷനിലാണോ? അത് ഞങ്ങൾ വന്നത് അതിനല്ല. പിന്നെ ഞങ്ങൾ വന്നത് മറ്റൊരു കാര്യത്തിനാണ്. അതായത് ഇവിടെ ഡെലിവറി ബോയായി ജോലി ചെയ്തിരുന്ന ഒരു സ്കൂൾ കുട്ടിയെ കുറിച്ച് അറിയാനാണ് വന്നത്. ഏത് സ്കൂൾ കുട്ടി? രാജു. രാജു? ഏത് രാജു? ദാമു താങ്കൾക്ക് പരിചയപ്പെടുത്തുന്ന രാജു. ഓ, ഇപ്പോ മനസ്സിലായി. ദാമു കൊണ്ടുവന്ന രാജു. ആ രാജുവിനെ നിങ്ങൾക്കറിയാമോ? കൊള്ളാം, അറിയാമോന്ന്. എന്തിനാ ചോദിക്കുന്നേ? അവനെ എനിക്ക് നന്നായി അറിയാമല്ലോ. മറക്കാൻ പറ്റില്ല. അവനിപ്പോ എവിടുണ്ട്? അവൻ ഇന്നലെ എന്നെ കാണാൻ വന്നതല്ലേ ഇവിടെ. രാജു ഇവിടെ ഇന്നലെ താങ്കളെ കാണാൻ വന്നിരുന്നോ? ആ, ഒരു ജോലി ചോദിച്ചു വന്നതാ. പക്ഷേ 10,000 രൂപ സാലറി കൊടുക്കാന്ന് പറഞ്ഞപ്പോ അവൻ തയ്യാറായില്ലേ. അപ്പോ മിസ്റ്റർ സി കെ, ആ ജോലി ഞാൻ നിങ്ങൾക്ക് തരാം. എന്തു പറയുന്നു? എടോ, ജോലി ആർക്കെങ്കിലും കൊടുക്ക്. രാജു ഇവിടെ, അവന്റെ ഡീറ്റെയിൽസ് ഒന്നും എടുക്ക്. രാജു എവിടെയാന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്? അവന്റെ ഡീറ്റെയിൽസ് വേണം, അത്രയല്ലേ ഉള്ളൂ. ആ, രാജു ഈ സിറ്റി തന്നെ ഉണ്ട്. ഈ സിറ്റിയിൽ എവിടെ? ഏത് സ്ഥലത്ത്? ഇവിടെ അടുത്ത്, വളരെ അടുത്ത്. വളരെ അടുത്തെന്ന് പറഞ്ഞാൽ? ഈ മുറിയിൽ. ഈ മുറിയിലോ? യെസ്, നിങ്ങളുടെ അടുത്ത് തന്നെ അവനുണ്ട്. ദാ നിൽക്കുന്നു. ഇവനാണ് അവൻ, രാജു. നിന്നെ ഞാൻ വിടില്ല. ഇവനെ ഞാൻ കൊല്ലും. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? പിടിച്ചു മാറ്റണോ? തലക്ക് സുഖല്ലേ? സോറി സർ. എനിക്ക് ചൈനയിലേക്ക് ഒരു കടു കഴിക്കാനുണ്ട്. ഡോണ്ട് ഡിസ്റ്റർബ് മീ. പ്രശ്നം ഉണ്ടാക്കരുത് സാർ. ഒന്ന് പോണം സാർ, പ്ലീസ്. അല്ല, ഞങ്ങൾ വന്നത്. ഇനി നിങ്ങൾ ഇവിടെ നിന്ന സാർ കൂടുതൽ വയലിന്റെ അകത്തേ ഉള്ളൂ. പോകാൻ പ്ലീസ്. ഹലോ ഹലോ, ഞാൻ ആ കട കഴിച്ചിട്ടുണ്ട്. ഓ, അങ്ങനെയാണോ കാര്യങ്ങൾ? ഇനി ചിദംബരം വിചാരിച്ചാൽ രാജുവിനെ കണ്ടെത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല സ്റ്റീഫൻ. വേറെന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുമെന്ന് അറിയാനാ ഞങ്ങളിപ്പോ വന്നത്. ഞാൻ ഇതിനകത്തായി പോയില്ലേ മാർട്ടിൻ? എന്നെ ഒന്ന് പുറത്തിറക്ക് സി കെ.
രാജു എവിടെ പോയി ഒളിച്ചിരുന്നാലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുതരും. സ്റ്റീഫ, ഞാനതിന് ശ്രമിക്കാത്തതല്ല. നീ എന്റെ കൂടെ ഇപ്പൊ ഇല്ലാത്തതിന്റെ വില ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുക ഞാനിപ്പോ. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ടെന്താ? രാജുവിനെ കണ്ടെത്താൻ വൈകുന്തോറും സി.കെയുടെ സാമ്രാജ്യം തകരുകയാണെന്ന് ഓർമ്മ. സി.കെ ഇല്ലാതായതിനു ശേഷം സ്റ്റീഫൻ പുറത്തു വന്നിട്ട് എന്താ കാര്യം? രാജുവിനെ കണ്ടെത്താൻ നിന്റെ മനസ്സിലിനി ഒരു വഴിയില്ലേ? ചിദംബരത്തിന്റെ സ്ഥാപനത്തിലും ആ ദാമുവല്ലേ രാജുവിനെ ജോലിക്ക് എത്തിച്ചത്? അപ്പൊ എന്റെ ബലമായ സംശയം രാജു മറ്റൊരു പേരിൽ ആ സ്കൂളിൽ തന്നെ ഉണ്ടെന്നാണ്. അവൻ സ്കൂളിന്റെ പേര് മാറ്റിയല്ലേ കൊടുത്തിരിക്കുന്നത്? എങ്കിൽ അവൻ പഠിക്കുന്ന സ്കൂൾ ലേഡി ഓഫ് മെഴ്സി തന്നെയായിരിക്കും. പക്ഷേ എങ്ങനെ കണ്ടെത്തും? ഏത് പേരിൽ അവനോടുള്ളത്? കുരുവിള അയാൾക്കറിയായിരിക്കുമോ? കുരുവിളയോട് ഞാൻ ശ്രമിച്ചതാണ്. അയാൾക്കൊന്നും അറിയില്ല. പിന്നെ ആർക്കറിയാം? ഒരാളെ സമീപിച്ചാൽ ചിലപ്പോൾ അറിയാൻ പറ്റും. ആരെ? സേതുലക്ഷ്മി, പ്രിൻസിപ്പൽ സേതുലക്ഷ്മി. അവർക്കെങ്ങനെ ഇതറിയാം? ദാമു അവരെ കാണാൻ പോയത് റിസൈൻ ചെയ്യുന്ന കാര്യത്തിനാണെന്നല്ലേ പറഞ്ഞത്? ചിലപ്പോ രാജുവിനെ കുറിച്ച് അവരോട് അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിലോ? അയാൾ അവരോടത് പറഞ്ഞിട്ടുണ്ടാവുമോ? സ്കൂളിലെ ഓരോ കുട്ടിയെപ്പറ്റിയും പേഴ്സണൽ ഡേറ്റ അവർക്കറിയാവുന്ന പോലെ മറ്റാർക്കും അറിയില്ല. അവരെ കബളിപ്പിച്ച് രാജു എന്ന കള്ളപ്പേരിൽ അവിടെ പഠിക്കാനും പറ്റില്ല. അപ്പോ സേതുലക്ഷ്മി മേഡത്തെ പിടിച്ച കാര്യം നടക്കുമല്ലേ? ആ, പക്ഷേ സൂക്ഷിക്കണം. വളരെ സൂക്ഷിച്ചു വേണം അവരോട് ഇടപെടാൻ. നമ്മൾ എന്താണോ അവരിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ആ കാര്യം അവരതിനു മുമ്പ് നമ്മളിൽ നിന്ന് അറിഞ്ഞിരിക്കും. അതാണ് സേതുലക്ഷ്മി. അങ്ങനെയൊക്കെയാണോ അവര്? എങ്കിൽ സി.കെ പരിചയപ്പെടേണ്ട ഒരു വ്യക്തിയാണല്ലോ ഈ സേതുലക്ഷ്മി. ഒരിക്കലും സ്കൂൾ വിട്ടതാണ് ഞാൻ. പക്ഷെ വീണ്ടും അവിടേക്ക് എന്നെ വലിച്ചടുപ്പിക്കുകയാണല്ലോ കാര്യങ്ങൾ. സേതുലക്ഷ്മി, സിറ്റി പോലീസ് കമ്മീഷണർ പ്രഭു പട്ടേലിന്റെ ഡിവോഴ്സി. അവർ ഒരു ഭാഗ്യമുള്ള സ്ത്രീ ആയിരിക്കട്ടെ. സി.കെ എന്ന ചന്ദ്രകുമാർ. എവിടെയോ കേട്ട് നല്ല പരിചയമുള്ള പേര്. പരിചയം ഉണ്ടാവും. ഞാൻ തന്നെയാവും ഇദ്ദേഹത്തിനെ പറ്റി മാഡത്തിനോട് പറഞ്ഞത്. ഞാൻ ഓർക്കുന്നില്ല. എന്റെ പേരിനേക്കാൾ മാഡം കൂടുതൽ കേട്ടിട്ടുണ്ടാവുക എന്റെ അച്ഛന്റെ പേരായിരിക്കും, നന്ദഗോപാലമേനോൻ. നന്ദഗോപാലമേനോന്ന് പറഞ്ഞ ആരാ? ഈ നാട്ടിലും മറുനാട്ടിലും ആർക്കും ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. അദ്ദേഹം ഒരു വർഷം മുമ്പ് ഒരു ആക്സിഡന്റിൽ മരിച്ചു അല്ലേ? അതെങ്ങനെയാ ഇത്ര കൃത്യമായിട്ട് ഓർക്കാൻ മാഡത്തിന് കഴിഞ്ഞത്? അദ്ദേഹം ഭയങ്കര പ്രശസ്തനല്ലായിരുന്നു. അപ്പൊ പിന്നെ ഓർക്കാതിരിക്കുവോ? മാഡത്തിന്റെ വിലപ്പെട്ട സമയം ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല. ഞാനിപ്പോ വന്നത് ഓർഫനേജില് എന്റെ വക എന്തെങ്കിലും ഹെൽപ്പിനാണോ? അതിനെനിക്ക് സന്തോഷമുള്ളൂ. അനാഥരായ കുഞ്ഞുങ്ങൾക്ക് ഒരു നാഥനായി കഴിയുന്നാൽ എല്ലാരെ കൊണ്ട് അത് പറ്റുമോ? അതിനുള്ള നിങ്ങളുടെ ഈ മനസ്സുണ്ടല്ലോ, അത് ഭയങ്കര പുണ്യല്ലേ? അല്ല, ഈ സംഭാവന ക്യാഷ് ആയിട്ടോ ചെക്ക് ആയിട്ടോ എങ്ങനെയാ വേണ്ട? അയ്യോ മാഡം, ഇദ്ദേഹം വന്ന സംഭാവനയ്ക്കല്ല, മറ്റൊരു കാര്യത്തിന്. ഈ സ്കൂളിൽ ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്യുന്നതിന്. സ്പോൺസറിങ്ങോ? ഏത് കുട്ടിക്ക്? ഇദ്ദേഹത്തിന്റെ അന്വേഷണത്തിലെ
അതിന് അർഹനായ ഒരൊറ്റ കുട്ടിയെ സ്കൂളിലുള്ളൂ അത്രേ. ഏത് കുട്ടി? രാജു, അതാ കുട്ടിയുടെ പേര്. രാജു? ഏത് രാജു? ഏത് ക്ലാസ്സില്? അങ്ങനെ ഒരു കുട്ടി സ്കൂളിലുണ്ടോ ഗുരുവളെ? സകല റെക്കോർഡ്സ് എടുത്ത് ഞാൻ പരിശോധിച്ചു. പക്ഷേ ആ പേരിലൊരു കുട്ടി സ്കൂളിലില്ല. ഉണ്ടെന്ന് ഇദ്ദേഹം. അതുകൊണ്ട് സംശയം തീർക്കാനാ ഞാൻ മാഡത്തിനെ കാണാൻ ഇദ്ദേഹത്തിനെയും കൂട്ടി ഇങ്ങോട്ട് വന്നു. അല്ല, അങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ തന്നെ ഈ സ്പോൺസറിംഗ് കൊണ്ട് മിസ്റ്റർ സി കെ എന്താ ഉദ്ദേശിക്കുന്നത്? അവനെ ഈ സ്കൂളിൽ നിന്ന് ഏറ്റെടുക്കാൻ എന്റെ അച്ഛന്റെ പേരിലുള്ള ട്രസ്റ്റിന്റെ ചെലവിൽ ഒറീസയിലേക്ക് അയച്ച് പഠിപ്പിക്കാനാ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓഹോ, മാഡത്തിന് കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. അല്ല, നിങ്ങളുടെ ഓർഫനേജിലെ ആ ബീന മാഡം ബീന മാഡം അവരിപ്പോ ഒറീസയിലാണോ? അതെ, ബീന ഉടനെ എത്തും. ബീന ഇല്ലാത്തതുകൊണ്ട് ഓർഫനേജിലെ എല്ലാ കാര്യങ്ങളും കുഴപ്പത്തില. അല്ല മാഡം, രാജു എന്ന കുട്ടിയുടെ കാര്യമൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഒരു കുട്ടി ഈ സ്കൂളിൽ ഇല്ലാന്നല്ലേ കുരുവിള പറയുന്നത്? ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ താങ്കളെ അറിയിക്കാം. താങ്ക് യു മാഡം. എങ്കിൽ ഞാൻ ഇറങ്ങുക. നമുക്ക് വീണ്ടും കാണാം. ഷുവർ, കാണേണ്ടി വരും. ബൈ ദ വേ, ഈ ബീനെ മാഡത്തിന് എങ്ങനെ പരിചയം? അറിയാം. ഓക്കെ. സി കെ, നിങ്ങളെന്തിനാ ഇവിടെ വന്നത്? സി കെ ഒരിടത്തും വെറുതെ വരില്ലെന്നറിയില്ലേ? വരുന്നിടത്തുനിന്ന് വെറും കൈയോടെ പോകാറുമില്ല. ഞങ്ങൾ നേരെ തിരിച്ചാ സി കെ. ആരെങ്കിലും വെറുതെ വന്നാലും അവരെ വെറും കൈയോടെ വിടില്ല. ഈ സ്കൂൾ വിട്ട് നീയൊക്കെ പോകാൻ ഇനി അധികകാലമില്ലെന്ന് എനിക്കറിയാം. സി കെയുടെ കണക്കുകൾ തെറ്റിക്കുന്നവർ ദുഃഖിക്കേണ്ടി വരും. അപ്പൊ ഞങ്ങൾ ഒതുക്കാൻ പുതിയ പ്ലാനുമായിട്ടാണോ പ്രിൻസിപ്പലിനെ കാണാൻ വന്നത്? നിങ്ങളെ ഒതുക്കാൻ സി കെക്ക് എന്തിനാ പുതിയ പ്ലാനുകൾ? 5 ഫിംഗേഴ്സിനെ ഇല്ലാതാക്കാൻ സി കെക്ക് അന്നും ഒന്നും ഒറ്റ പ്ലാനേ ഉള്ളൂ. ആ പ്ലാൻ നിങ്ങൾക്ക് ആർക്കും തെറ്റിക്കാനാവില്ല. തനിക്ക് ഇതുവരെ സംഭവിച്ചതൊന്നും പോരെ? രാഹുലിനെ പിടിച്ചിട്ട് തനിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഇനി കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? 5 ഫിംഗേഴ്സിന്റെ രോമന് തൊടാൻ പോലും കൈയെടുക്ക്. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം ഓർമ്മിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. ഫൈവ് ഫിംഗേഴ്സിലെ ഒന്നിനെ തൊടാൻ ഇനി ഈ കൈ പൊക്കരുത്. പൊക്കിയാൽ സ്റ്റീഫന്റെ ഗതി നിങ്ങൾക്കും വരും. അറിയാലോ നിങ്ങൾക്ക് 5 ഫിംഗേഴ്സിനെ? അറിയാമടാ, നന്നായിട്ടറിയാം. സ്റ്റീഫൻ ഗോമസ് എന്നും അകത്ത് കിടക്കുന്ന നിങ്ങൾ കരുതരുത്. പുറത്തു വരും. പുറത്തു വന്നാൽ ഞങ്ങൾക്ക് ജോലി എളുപ്പമാവും. സി കെ എന്ന ഈ മനുഷ്യമൃഗത്തെ തളയ്ക്കാൻ. സാർ കൂടുതൽ സംസാരിച്ചുള്ള മാനം കളയണ്ട. ഇപ്പൊ പോകുന്നതാ നല്ലത്. നല്ല അൻസറിന. ഈ അൻസറിന് എപ്പോഴും ഉണ്ടായ ഭാവി നന്നായിരിക്കും. അങ്ങനെ ആവട്ടെ. ഈ ശുഭാപ്തി വിശ്വാസം നിങ്ങളെ രക്ഷിക്കാൻ പ്രാർത്ഥിക്കുക. See you. Execute my law, I'm going crazy. Time to dance, hell, let's run, 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 run.
വാർഡൻ പുറത്തു വരാൻ ആഗ്രഹിക്കുന്ന ആളാണോ ഈ CK? പിന്നെന്തിനെന്നോട് അയാൾ അങ്ങനെ പറഞ്ഞത്? 5 ഫിംഗേഴ്സും CKയും തമ്മിൽ എന്തായിരിക്കും പ്രശ്നം? 5 ഫിംഗേഴ്സിന്റെ ശത്രുവാണോ CK?